ഹായ്, എൻ്റെ പേര് ലിയാഖത്ത് അലിഖാൻ. എനിക്ക് 22 വയസ്സായി. മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി ഗോൾ കീപ്പറായിട്ട് കളിക്കുന്നു. ചിലപ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ടൊക്കെ കളിക്കാൻ പോകലുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ എൻ്റെ അടുത്ത് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി. ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കളിക്കാനൊന്നും പറ്റില്ല. ഹായ് എവരിവൺ, മലപ്പുറം ജില്ലയുടെ ഹൃദയ ഭാഗത്താണുള്ളത്. സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ കണ്ണൂർ വാരിയേഴ്സ് എഫ്സിയുടെ യങ് സൂപ്പർ ടാലന്റ് ലിയാഖത്ത് അലിഖാന്റെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത്. ഹായ് ലിയാഖത്ത്. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖം. സൂപ്പർ ലീഗ് കേരളയിൽ എത്തിപ്പെട്ടിരിക്കുവാണ്. കണ്ണൂർ വാരിയേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. എന്താ തോന്നുന്നത്? ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു ക്ലബിൽ കളിക്കാൻ പറ്റുന്നതും പിന്നെ വലിയ ISL പോലത്തെ ഒരു ടൂർണമെൻ്റാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും നാൾ ഈ നാട്ടുമ്പുറത്തൊക്കെയാണ് കളിച്ച് വളർന്നിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 8 മാച്ചുകളും കഴിഞ്ഞിരിക്കുവാണ്. എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്? ഒരു പ്രൊഫഷണലിസം നമ്മളിലേക്ക് വന്നു. പിന്നെ അത് ഹൈ ആണെന്ന് നമുക്കൊരു തോന്നല് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തന്നെ തോന്നുമല്ലോ. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആയിരിക്കുവാണ്. ഫുട്ബോൾ പ്രൊഫഷനാക്കി എടുക്കാൻ ആദ്യം തീരുമാനം ഉണ്ടായിരുന്നോ? ആദ്യം അങ്ങനെ തീരുമാനം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു കോയിൻസിഡൻസിൽ നടന്നു പോയി. പിന്നെ അത് നമ്മൾ ഏറ്റെടുത്തു, നമ്മൾ കൂടെ കൊണ്ടുപോയി. ലിയാഖത്ത് അലിഖാന്റെ വീടാണ്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലെ ഉമ്മ ഉണ്ട്, വല്ലുപ്പുണ്ട്, വല്ലുമ്മ ഉണ്ട്, പിന്നെ ഏട്ടൻ, അനിയൻ, അനിയത്തി. നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതെന്റെ വല്ലുപ്പ, ഇതെന്റെ വല്ലുമ്മ, ഇതുമ്മ. സൂപ്പർ ലീഗിൽ എത്തി നിൽക്കുവാണ് മോൻ. എങ്ങനെയുണ്ട്? കളിയൊക്കെ പോയി കണ്ടോ? കളി ഫുട്ബോൾ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ അവന് ലൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത് കാണാൻ ഇഷ്ടമായോ മോൻ? കളിക്കുന്നതൊക്കെ ഇഷ്ടമായോ? അമ്മ അപ്പൊ ഈ പഠിക്കാത്തതിന് അടിയൊക്കെ കൊടുത്താണോ വളർത്തിയത്? നിനക്ക് ഇത് ഫുട്ബോളൊക്കെ നിർത്തിക്കൂടെ, കൂടുതൽ പഠിത്തത്തിൽ ശ്രദ്ധിച്ചൂടെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പഠിക്കൊന്നും ചെയ്യാതെ കളിക്കാൻ പോകുന്നു. വെറും കളി മാത്രമാകുമ്പോൾ വെറും കളിക്കാനാണ്. സ്കൂൾ ഇട്ട് വന്നാലും ചിലപ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ടൊക്കെ കളിക്കാൻ പോകലുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ എൻ്റെ അടുത്ത് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പോലെ പഠിച്ച് നല്ലൊരു ഇതിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, എല്ലാവരും പോലെ. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ഇതിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിലെത്തിയപ്പോൾ ഓന് തിരഞ്ഞെടുത്തത് തന്നെയായിരുന്നു നല്ലൊരു കാര്യം എന്നുള്ളത്. കാരണം എല്ലായിടത്തും അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ നമ്മളെ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ കളിക്കുക. അവൻ്റെ കളി, ലിയാഖത്തിൻ്റെ കളി ഉണ്ട് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആയിരിക്കുവാണ്. എന്തായാലും ഈ ജേർണി അത്ര ഈസി ആയിരുന്നു കാണൂലല്ലേ? അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ആ സ്ട്രഗിള്? എന്താ വെച്ചാൽ നമ്മള് പോക്കറ്റ് മണിക്കായാലും പിന്നെ ബൂട്ട് വാങ്ങാനായാലും ഗ്ലൗസ് വാങ്ങാനായാലും നമ്മള് അല്ലറ ചില്ലറ പണികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വണ്ടി ലോഡിലായാലും പിന്നെ സ്ക്രാപ്പിന്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കാനായിരുന്നു ഒന്നും കൂടെ അവര് കുറച്ചും കൂടെ ഇതിൽ പറയാറ്, നിർബന്ധിക്കുന്നു. പലപ്പോഴായിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ സപ്പോർട്ട് ഉണ്ട്. അവരുടെ ഭാഗത്തും ചിന്തിക്കണ്ടേ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഈ ഫുട്ബോൾ വേണ്ട, വേറെ എന്തിനെങ്കിലും പോവാം, അങ്ങനെയൊക്കെ? മേ ബി ഇപ്പോ ഇതില് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഈ വർഷം കൂടി പ്രൊഫഷണലി കളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് ജോലിക്ക് നോക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഭാഗ്യവശാൽ കിട്ടി. സന്തോഷമായി, ഹാപ്പിയാണ്. ലിയാഖത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കോച്ച് ആരാണ്? ഇപ്പൊ ഒരു 2 ഇയർ ആയിട്ട് നമ്മളെ കോളേജിന്റെ കോച്ചുണ്ട്, ഷഹീൻ ഉസ്മാൻ എന്ന് പറയും. ആള് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. പ്രൊഫഷണൽ കളിക്കാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽ കളിക്കാനേ അയക്കുള്ളൂ. സെവൻസ് എന്നുള്ള രീതിയിൽ ആള് സപ്പോർട്ട് ചെയ്യൂല. പിന്നെ പ്രൊഫഷണലി നല്ല സപ്പോർട്ടാണ്. അത് മാത്രം കളിച്ചാൽ മതി, പ്രൊഫഷണലി ഉള്ള മാച്ചുകൾ കളിച്ചാൽ മതി, പ്രൊഫഷണൽ മാച്ചുകൾ മാത്രം കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല സപ്പോർട്ടാണ്. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആള് നമ്മളെ പുഷ് ചെയ്യും. ഈ സൂപ്പർ ലീഗിനെ കുറിച്ച് എപ്പോഴാണ് അറിയുന്നതൊക്കെ? കഴിഞ്ഞ വർഷം ഇന്റർസോൺ കഴിഞ്ഞതിന് ശേഷം, കോളേജ് ഇന്റർസോൺ ചാമ്പ്യൻസ് ആയിരുന്നു. അപ്പോൾ ചാമ്പ്യൻസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ
സ്കൗട്ടിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു, ഡ്രാഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഫസ്റ്റ് ടൈം അറിയണത്, ഇങ്ങനൊരു സൂപ്പർ ലീഗിൻ്റെ സംഭവം ഉണ്ട് എന്ന്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ലീഗിലൊരു മെമ്പർ ആവാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിയാഖത്തിന്റെ നാട്ടില് ഒരുപാട് കുട്ടികളൊക്കെ ഫുട്ബോൾ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ? ഇപ്പൊ തനിക്കാണെങ്കിലും 22 വയസ്സേ ഉള്ളൂ, സൂപ്പർ ലീഗിൽ എത്തി നിൽക്കുവാണ്. ഇപ്പൊ ഒരു സൂപ്പർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബാണ്, കണ്ണൂർ വാരിയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പോൾ തന്റെ നാട്ടിലുള്ള കുട്ടികളോടൊക്കെ എന്താ പറയുന്നത്, ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടികളോടൊക്കെ? എന്താന്ന് പറയുന്ന വെച്ചാല് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എന്തായാലും എത്തിപ്പെടാൻ പറ്റും. സ്വപ്നം കാണുക, ഫുട്ബോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കരിയറായിട്ട് യൂസ് ചെയ്യുക. ഫുട്ബോൾ ഇഷ്ടമായിട്ടും അതൊരു കരിയർ ആക്കാൻ പറ്റാതെ പോയ ഒരുപാട് കുട്ടികൾ കാണും. ഇപ്പൊ തന്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണ് ഈ ഒരു ജേർണിയിൽ എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് തനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് കുട്ടികളോടല്ല, അവരെ പേരൻസിനോടാണ് പറയാനുള്ളത്. ആദ്യം കുട്ടികളുടെ ഡ്രീം എന്താണ്, അവരുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഡ്രീം അച്ചീവ് ചെയ്യാതെ ഒരു എൻജോയ്മെന്റ് ഇല്ലാത്തൊരു ലൈഫായി പോകും. തന്റെ ഫാമിലിയിൽ നിന്ന് തനിക്ക് അത്രയും ഇതുണ്ടായപ്പോ താൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത ഒരു വേ ആണ്, റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ എല്ലാവരോടും റിസ്ക് എടുക്കണമെന്ന് താൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കിയിട്ടില്ല. ചിലവരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്, എത്തിപ്പെടാത്തവരുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യാം. ഈ കളിയാക്കലുകളൊക്കെ ഒരു വിഷമമായിട്ടൊക്കെ എവിടെയെങ്കിലും? 1-2 സ്ഥലത്തുനിന്ന് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. നാട്ടിലത്തെ ഒരാള് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. പക്ഷെ ആളെ കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിച്ചു, റിവഞ്ച് പോലെ ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അതും ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അതെ, ഉമ്മ പറഞ്ഞല്ലോ ഒരു കോച്ച് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. ആ കോച്ചല്ല, സാറാണ് എന്നെ പഠിപ്പിച്ച സാറാണ്. എന്നെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാറാണ്, ഉണ്ണി സാറാണ്. ഇപ്പൊ ആള് റിട്ടയർഡ് ചെയ്തിട്ടുണ്ട്. ആളല്ല സപ്പോർട്ടായിരുന്നു എന്തിനും. ഉമ്മാനോടായാലും ഇവൻ എന്റെ കാര്യം വെച്ചിട്ട് നല്ല സംസാരിക്കും, നല്ല സപ്പോർട്ടായിരുന്നു ആള്. ലിയാഖത്ത്, വൈ ഗോൾ കീപ്പിംഗ്? ഗോൾ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ആദ്യം ഒരു ഡിഫൻഡർ ആയിരുന്നു നാട്ടിലൊക്കെ. പിന്നെ സ്കൂൾസ് കളിക്കുമ്പോഴൊക്കെ ഞാൻ ഡിഫൻഡർ ആയിരുന്നു. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മണ്ടത്തരം, ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡൻ്റായി, കാലിൽ ഫ്രാക്ചറായി, കമ്പ്യൂട്ടറുണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ എന്നുള്ളത് തലക്ക് പിടിച്ചപ്പോൾ ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി കളിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് രാത്രിയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫുട്ബോളിനോടുള്ള താല്പര്യം കൊണ്ട് നാട്ടിൽ കളിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങാനുള്ള ഒരു പൂതിയുണ്ട്. നമ്മൾ പോസ്റ്റിൽ വെറുതെ നിന്ന് പിന്നെ അതൊരു നല്ലൊരു ഇതായി. പിന്നെ അങ്ങനെ നിന്ന് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കൊണ്ടോട്ടിയുള്ളൊരു ക്ലബ്ബുണ്ട്, ഒരു അക്കാദമി ആയിരുന്നു. അതിൽ ട്രയൽസിന് പോയി, ജസ്റ്റ് വെറുതെ പോയതാണ്. ഫസ്റ്റ് 11th ടൂർണമെൻറ്റ് 11th ആദ്യമായിട്ട് ഞാൻ കീപ്പറിൽ പോയി. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയപ്പോൾ അങ്ങനെ നിന്ന് അവിടെ അക്കാദമി ജോയിൻ ചെയ്ത് 4 വർഷം ലൂക്ക ഷോക്കർ ക്ലബ്ബ് എന്ന് പറയും, അവിടെ ആയിരുന്നു 4 വർഷം. പിന്നെ 2 വർഷം കഴിഞ്ഞു റിസർവ് ടീമിൽ ജോയിൻ ചെയ്തു, റിസർവ് ടീമിൽ കളിച്ച്. അത് കഴിഞ്ഞ് സീനിയർ ടീമിൽ കയറിയിട്ടുണ്ടായിരുന്നു, KPL കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി, കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അത് തന്നെ കോളേജിലും കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടുന്നാണ് പിന്നെ പ്രൊഫഷണൽ എന്നുള്ളൊരു നല്ല രീതിയിലേക്ക് മാറിയത്. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ ഗോൾസ് ഒക്കെ കാണുമല്ലോ. എന്താണ് ഗോൾ? എല്ലാവരുടെയും പോലെ ഒന്ന് നാഷണൽ കളിക്കണം, വലിയ അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആവണം, എവിടെ ആര് ചോദിച്ചാലും ഒന്ന് അറിയപ്പെടണം. അടുത്തത് ഒരു റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, പെട്ടെന്ന് ആൻസർ പറയണം. യുവർ ഫുട്ബോൾ ഐഡിയൽ? റൊണാൾഡോ. ഫുട്ബോളിന് മുമ്പ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം? ഫ്രൂട്ട്സ് ആണ്. ഗോൾ കീപ്പർ ആയ ഏറ്റവും നല്ലൊരു മൊമെന്റ്, ഗോൾ കീപ്പർ ആയ ശേഷമുള്ള? കോളേജ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ആയത്. ഓക്കെ. ഡ്രീം ക്ലബ്? റയൽ മാഡ്രിഡ്. ലിയാഖത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ലിയാഖത്ത് എന്ന ഗോൾ കീപ്പറെ കുറിച്ച് എന്തായിരിക്കും പറയാൻ പോകുന്നത്? പാഷൻ ഫുട്ബോളർ. ഓൾ ദി ബെസ്റ്റ് ലിയാഖത്ത്. സ്വപ്നത്തിന്റെ പിന്നാലെ പോയാൽ റിസൾട്ട് കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലിയാഖത്ത്. തന്റെ സ്വപ്നത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ലിയാഖത്ത് ഇന്ന് വന്ന് നിൽക്കുന്നത് സൂപ്പർ ലീഗ് കേരളയിലാണ്.
ലിയാഖത്തിനെ പോലെ ഒരുപാട് യുവാക്കൾ ഇനിയും ഉയർന്നു വരട്ടെ.